ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസിന് ഇൻകം ടാക്സിൽ കിട്ടുന്ന ഡിഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മെഡിക്കൽ എക്സ്പെൻസിന് ഈ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസീസസിന് കിട്ടുന്ന ഡിഡക്ഷൻസ് വേറെയുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സാധാരണ രീതിയിലുള്ള മെഡിക്കൽ എക്സ്പെൻസുകൾക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഷുറൻസിനുള്ള ക്ലെയിമിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, കുട്ടികൾക്ക്, അതായത് ഒരു വ്യക്തി, അയാളുടെ സ്പൗസ്, കുട്ടികൾ, ഇവർക്കെല്ലാവർക്കും കൂടി മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നതിനുള്ള പ്രീമിയത്തിന് 25,000 രൂപയാണ് ലിമിറ്റ്. അതുപോലെ എൻ്റെ പാരൻസിന്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഞാൻ മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ 25,000 ലിമിറ്റ് ഉണ്ട്. അപ്പോൾ എനിക്കും വൈഫിനും കുട്ടികൾക്കും വേണ്ടി 25,000 ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാരൻസിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് 25,000 ഉണ്ട്. കണ്ടീഷൻ ഇതാണ്: മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം ഞാൻ ഈ വർഷം അടച്ചതായിരിക്കണം. ഇനി ഇതിൽ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ, അതായത് ഞാൻ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ ഈ 25,000 എന്നുള്ളത് 50,000 വരെ നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പാരൻസിൻ്റെ കേസിലും അവർ 60 വയസ്സിന് മുകളിലുള്ളവരാണെങ്കിൽ ആ ലിമിറ്റും 25 എന്നുള്ളത് 50 ആകും. ഇനി മെഡിക്കൽ എക്സ്പെൻസിൻ്റെ കേസ്, അത് സീനിയർ സിറ്റിസണിന് മാത്രമേ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ 60 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമേ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ഡിഡക്ഷൻ എലിജിബിലിറ്റി ഉള്ളൂ. അതിൽ മറ്റൊരു കണ്ടീഷനും കൂടിയുണ്ട്: അവർക്ക് ഇൻഷുറൻസ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ആ പ്രീമിയം അടച്ചിട്ടില്ല, അതിനൊരു ക്ലെയിം ഇല്ല എങ്കിൽ അവരുടെ മെഡിക്കൽ എക്സ്പെൻസിന് വേണ്ടി വന്ന ചിലവുകൾ എനിക്ക് 50,000 രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൊരു സംശയം പലരും ചോദിക്കാറുള്ളത്, ഇതിന് എന്ത് പ്രൂഫാണ് നമ്മൾ കയ്യിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണ്ടതെന്നാണ്. അതിന് കൃത്യമായിട്ട് നിയമത്തിലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു മെഡിക്കൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ബില്ലുകൾ, നമ്മുടെ ഫാർമസിയിൽ നിന്നുള്ള ബില്ലുകൾ, ഇതെല്ലാം ഒന്ന് കയ്യിൽ സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളുടെ കേസ് ഓഫീസർ വെരിഫിക്കേഷൻ വേണ്ടി എടുക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മെഡിക്കൽ ബില്ലുകളിലെല്ലാം ആ വ്യക്തിയുടെ പേര് ഉണ്ടെന്നുള്ളതും കൂടി ഒന്ന് ഉറപ്പിക്കുക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എഴുതിയൊരു മെഡിസിൻ നമ്മൾ പുറത്തൊരു ഫാർമസിയിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിലും ആ ഒരു രോഗിയുടെ പേര് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബില്ല് വാങ്ങിക്കാനൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിൽ അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടി ഉള്ളത്, പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പിനൊരു 5,000 വരെയുള്ള ഡിഡക്ഷനും കൂടിയുണ്ട്. അത് ഈ 25,000 എന്ന ലിമിറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ വൈഫിന്, കുട്ടികൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഷുറൻസിന് പ്രീമിയം ഒരു 12,000 റുപ്പീസ് ആണെങ്കിൽ എനിക്ക് എലിജിബിലിറ്റി 25,000 വരെയുണ്ട്. ഈ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഞാൻ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും ചെക്കപ്പ് നമ്മൾ നടത്തി നോക്കുന്നതുണ്ടെങ്കിൽ അതിനൊരു 5,000 വരെയുള്ള എലിജിബിലിറ്റിയും കൂടിയുണ്ട്. അത് ഈ 25,000 ലിമിറ്റഡ് ആണെന്ന് മാത്രം.